നിനക്ക് എത്ര വയസ്സാവൂടാ അജിനെ? ഈ ജൂലൈയില് 28 വയസ്സാവും. നാളെ ഉപാസിന്റെ മോന്റെ സുന്നത്തല്ലിയാണോ? നീ പോണോ? പിന്നെ അതിന് പോണ്ടേ? വെറുതെ കിട്ടുന്ന ബിരിയാണി ചോറ് ആരെങ്കിലും കളയൂ? കൂടെ പഠിച്ചവന്മാരെല്ലാം കെട്ടി കൊച്ചുങ്ങളായ അവന്മാരെ സുന്നത്തല്ലാത്തിന്റെ ചോറ് തിന്നാൻ പോണടാ. നാണം ഉണ്ടടാ. നിനക്കിപ്പോ പെണ്ണ് കിട്ടാത്തതാണ് പ്രശ്നം, അത് അവൻ കെട്ടിയതാണ് പ്രശ്നം. രണ്ടും ഒരു പ്രശ്നമല്ലേ? നമുക്കെന്താ പെണ്ണ് കിട്ടാത്ത? ഇനി നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? പിന്നെ ജേഴ്സിയും കയ്യിൽ കിട്ടുന്ന ഏത് പെണ്ണ് നോക്കാം? ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടണ്ടേ? നമ്മള് മുമ്പ് എത്ര പേരുണ്ടായിരുന്നാണല്ലേ, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ചെറുതും പെണ്ണ് കെട്ടിപ്പോയി, വലുതും പെണ്ണ് കെട്ടിപ്പോയി. ചിലപ്പോ എന്റെ കല്യാണം ഉടനെ ഉണ്ടാവൂടെ. നിങ്ങളാരും കയറി ആത്മഹത്യ ഒന്നും ചെയ്തേക്കല്ലേ. നീ ആരെ കല്ലിനെ കെട്ടാൻ പോണ? അതാ മരത്തിനെ. ഇനി പെണ്ണെങ്ങാനും കിട്ടൂടെ ഇവന്? എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് പെണ്ണ് കിട്ടാത്ത എന്തായിരിക്കും? 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 പെങ്ങളെ മാമനെ കളിയാക്കി തുടങ്ങി. മാമൻ എന്ത് പെണ്ണ് കിട്ടാത്തെന്ന് ചോദിച്ച് അനിയന്റെ മോൻ ചോദിക്കുവാ വലിയമ്മ എന്തിയെ, വലിയമ്മ എന്തിയെ? ഞാൻ എവിടെ നിന്നിട്ട് കൊടുക്കാം വലിയമ്മ? അപ്പുറത്തെ വീട്ടിലെ സുഗുണന്റെ ഭാര്യ പറയാ നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടെ? അതെന്തിന്? ചിലപ്പോ സ്നേഹം കൂടിപ്പോയോണ്ടായിരിക്കും. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ കോമാളി വേഷത്തിലൊന്നും ഒരു കാര്യമില്ല. അവര് നമ്മളെ ഡിസർവ് ചെയ്യുന്നില്ല. അവിടെ ഇവിടെ അല്ലെന്ന് നടക്കുന്നവർക്ക് പെണ്ണ് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അവര് നമ്മളെ ഡിസർവ് ചെയ്യുന്നില്ല. ഇതുവരെ ഇല്ല. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഒരു 3-4 വർഷം കൂടെ കാത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കൂടെ കാത്തിരിക്കും. അതും കഴിഞ്ഞിട്ട് ജീവിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലടാ. മനുഷ്യനല്ലേ, ചത്തുപോകൂലേ? ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ചിതാഭസ്മം ഏതെങ്കിലും പെണ്ണുങ്ങളെ കുളിക്കുന്ന കടവിൽ ഒഴിക്കണം. എങ്ങനെയെങ്കിലും ഞാനൊന്ന് അർമാദിക്കട്ടെ.